ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ ടെക് ന്യൂസ് അപ്ഡേറ്റ് ആണ്. കുറച്ചധികം വാർത്തകൾ ഒരൊറ്റ വീഡിയോയിൽ. വീഡിയോ ഇഷ്ടപ്പെടാമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുത്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് തരും. നേരെ വീഡിയോ. ഹായ്, അപ്പോൾ ടെക് ന്യൂസിലെ ആദ്യത്തെ വിഷയം എന്ന് പറയുന്നത് OnePlus പാഡുകൾ വരാൻ പോകുന്നു. അതായത് OnePlusന്റെ ടാബുകൾ വരാൻ പോകുന്നു. OnePlus ഓൾറെഡി നല്ല നല്ല ഫോണുകളാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ നെഗറ്റീവ് സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആൾക്കാർക്ക് OnePlusനോടുള്ള ഇഷ്ടം കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം കളർ വോയ്സിലേക്ക് മാറാൻ പോകുന്നു. ഓപ്പോയുമായിട്ടുള്ള ഒരു മെർജിങ്ങിലൂടെയൊക്കെ എന്തൊക്കെയോ ഇഷ്യൂസ്, ഒരു സാറ്റിസ്ഫാക്ഷൻ കുറവ്, അവരുടെ വരുന്ന പ്രൊഡക്റ്റുകളുടെ വാല്യൂവിലായാലും പ്രശ്നങ്ങളൊക്കെ നമ്മളെ കാണുന്നുണ്ട്. സോ അങ്ങനെ ഇരിക്കലും OnePlus ഒട്ടും പുറകോട്ടല്ല പോകുന്നത്, മുൻപോട്ടാണ് വരുന്നത്. OnePlus പാഡുകൾ, OnePlusന്റെ ടാബുകൾ കൊണ്ടുവരികയാണ്. എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം തന്നെ. OnePlusന്റെ ഓക്സിജൻ വോയ്സ് ടാബിലേക്ക് വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. പക്ഷേ കളർ വോയ്സുമായിട്ടാണോ ടാബ് വരിക എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയ ഘടകങ്ങൾ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. OnePlusന്റെ ഭാഗത്ത് നിന്ന് കാത്തിരിക്കാം. പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു ടാബുകൾ OnePlus മാത്രമല്ല, ഒരുപാട് ബ്രാൻഡുകൾ ഇപ്പോൾ ടാബുകൾ കൊണ്ടുവരാൻ തുടങ്ങുകയാണ്. ടാബുകളെ സംബന്ധിച്ച് ഒരു രണ്ടാം വരവാണ് സംഭവിക്കാൻ പോകുന്നത്. എല്ലാ ബ്രാൻഡുകളും കൊണ്ടുവരാൻ പോവാണ്. അതിൽ MI പാഡ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അവരുടെ പുതിയ MI പാഡിന്റെ ഒരു കേസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് പേനയടക്കം, ഈ ടാബിൽ പേനയടക്കമാണ് ടാബ് വരാൻ പോകുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതടക്കമുള്ള സംവിധാനങ്ങളൊക്കെ വെക്കാൻ പറ്റിയ തരത്തിലുള്ള കേസുകൾ, അതിന്റെ കേസുകളുടെ ഇമേജുകളാണ് നിങ്ങളിവിടെ കാണുന്നത്. സോ ഇൻട്രസ്റ്റിംഗ് ആയ ഘടകം തന്നെ. ഷവമിയുടെ ടാബുകളൊക്കെ ഇന്ത്യയിലേക്കും വരുമെന്ന് കേൾക്കുന്നു. സോ എപ്പോൾ വരും, എങ്ങനെ വരും എന്നുള്ളത് നമ്മൾ കാത്തിരിക്കേണ്ടി വരും. എന്തായാലും ടാബുകളുടെ കാര്യത്തിൽ എപ്പോഴും ഐപാഡിനെ അല്ലെങ്കിൽ ഒരു സാംസങ് ടാബിനെ മാത്രമല്ല, ഇനി അങ്ങോട്ട് വൈഡ് വെറൈറ്റി ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആവാൻ പോവാണ്. ഷവമിയും അതിന്റെ ഭാഗമാവുക. ഇനി അടുത്തൊരു കാര്യം, GT മാസ്റ്റർ എഡിഷൻ, റിയൽമി GTയുടെ മാസ്റ്റർ എഡിഷൻ. നിങ്ങൾക്ക് ഇവിടെ കാണാം അതിന്റെ ഇമേജുകൾ. മാസ്റ്റർ എഡിഷൻ വരാൻ പോവാണ്. സോ എന്താണ് ഇതിനകത്ത് ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വലിയ പ്രത്യേകതയൊന്നും കാണാനില്ല. ഗൊറില്ല ഗ്ലാസ് 5 LTPO ഡിസ്പ്ലേ, NFC, ഡുവൽ സ്പീക്കർ, ഡോൾബി പനോരമിക് സൗണ്ടും കാര്യങ്ങളും, ലിനിയർ മോഡർ ഫോർ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. 36,000 രൂപ റേഞ്ചിലാണ് വില പറയുന്നത്. സോ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ സ്വല്പം കൂടിയേക്കാം, 40,000 രൂപ റേഞ്ചിൽ വന്നേക്കാം. എങ്കിലും ഒരു മാസ്റ്റർ എഡിഷൻ, എല്ലാ ഫോണുകൾക്കും അവർ ഒരു മാസ്റ്റർ എഡിഷൻ കൊണ്ടുവരാറുണ്ട്. സോ ഇതിനകത്തും റിയൽമി GTക്കും ഒരു മാസ്റ്റർ എഡിഷൻ കൊണ്ടുവരികയാണ്. സോ എത്രത്തോളം നന്നാവും എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി അടുത്തൊരു കാര്യം, ഗെയിമിംഗ് ഫോണുകളുടെ കാര്യം നമുക്കറിയാം. ധാരാളം ഗെയിമിംഗ് ഫോണുകൾ വരാറുണ്ട്. അതൊക്കെ നമുക്ക് ഒരുപാട് പേർക്ക്, ഗെയിം കളിക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടവുമാണ്. ഓപ്പോ ആ ശ്രേണിയിലേക്ക് വരാൻ പോവാണ്. ഓപ്പോയുടെ ഗെയിമിംഗ് ഫോൺ വരാൻ പോകുന്നു. അതിന്റെ ഒരു റെൻഡേഴ്സ് ഒക്കെയാണ് നിങ്ങളിവിടെ കാണുന്നത്. ചുമ്മാ ഒരു ലോ എൻഡ് പ്രൊസസ്സർ വെച്ച് ഇറക്കിയാൽ പോലും അവർ ആ ഫോൺ 20,000 രൂപ 30,000 രൂപ മേടിക്കും. ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള ഫോണൊക്കെ, പ്രൊസസ്സറൊക്കെ വെച്ച് ഗെയിമിംഗ് ഫോൺ ഇറക്കാൻ പോകുന്നു. എത്ര രൂപയിൽ പോയി നിൽക്കും പ്രൈസ് എന്നുള്ള കാര്യം പറയാനേ പറ്റില്ല. എന്തായാലും ഓപ്പോയുടെ ഗെയിമിംഗ് ഫോണുകളും വരാൻ പോവാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഏത് പ്രൈസിൽ, എത്രത്തോളം നന്നാവും? നിങ്ങൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഓപ്പോയുടെ പോലെ തന്നെ മറ്റൊരു ബ്രാൻഡാണ് നോക്കിയ. നോക്കിയയുടെ കാര്യത്തിലും അറിയാം, ഇപ്പോൾ G30 ഒക്കെ വെച്ചുകൊണ്ട് 12,000 13,000 രൂപ റേഞ്ചിലൊക്കെ അവർ ഫോൺ ഇറക്കുകയാണ്. സോ ആ പ്രൊസസ്സർ ആ പ്രൈസ് റേഞ്ചിൽ ഒട്ടും വർത്തില്ല എന്നുള്ള കാര്യം ആർക്കും അറിയാവുന്ന ഒരു കാര്യം, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അവർ ഫ്ലാഗ്ഷിപ്പ് ഫോൺ വീണ്ടും കൊണ്ടുവരാൻ പോകണം. മുമ്പ് ഫ്ലാഗ്ഷിപ്പ് ഫോൺ ഉണ്ടായിരുന്നു, കുറേ ക്യാമറയൊക്കെ നിരത്തി വെച്ചിട്ട് ഫ്ലാഗ്ഷിപ്പ് ഫോൺ എന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് ആരുടെ കയ്യിലും ഞാൻ കണ്ടില്ല. ബട്ട് എങ്കിലും ഇനിയും ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ, നോക്കിയയുടെ ഫ്ലാഗ്ഷിപ്പ് ഫോൺ വരാൻ പോവാണ്. സോ നോക്കിയ ഫോണുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും കാത്തിരിക്കാം. നോക്കിയയുടെ കിടിലൻ ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ വരുമെന്നാണ് പറയുന്നത്. കിടിലനാണെന്നുള്ളത് വിലയറിയും പറയാം, എന്തായാലും വരുന്നുണ്ട്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഫ്ലിപ്പ് ഫോണുകളുടെ വില കുറയാണ്. യെസ്, ഫ്ലിപ്പ് ഫോണുകൾ നമുക്കറിയാം, ഫ്ലിപ്പ് അല്ലെങ്കിൽ ഫോൾഡബിൾ ഫോണുകളൊക്കെ വരുമ്പോൾ 1 ലക്ഷം 1.5 ലക്ഷം ആ റേഞ്ചിലൊക്കെയാണ് വില വരുന്നത്. സോ നമുക്കൊന്നും അഫോർഡബിൾ അല്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ അറിയാവുന്നതേ ഉള്ളൂ സാധാരണക്കാരെ സംബന്ധിച്ചിട്ടോ, അതായത് ബഡ്ജറ്റ് ടൈറ്റുള്ള ആൾക്കാരെ സംബന്ധിച്ച്. ബട്ട് സാംസങ്ങിന്റെ ഏറ്റവും പുതിയ ഫ്ലിപ്പ് ഫോൺ വരാൻ പോകുന്നത് 95,000 രൂപയ്ക്കാണ്. 95,000 രൂപ കൂടുതൽ തന്നെയാണല്ലേ. ബട്ട് ഇതിൻ്റെ ഒരു ലൈറ്റ് വെർഷൻ കൂടി ഉണ്ടാവുമെന്നാണ് പറയുന്നത്. 50,000 60,000 രൂപ റേഞ്ചിലും ഫ്ലിപ്പ് ഫോൺ വരുമെന്നാണ് പറയുന്നത്. ഫ്ലിപ്പാണ് കേട്ടോ ഞാൻ പറഞ്ഞത്, ഫോൾഡബിൾ അല്ല, ഫ്ലിപ്പ്. നിങ്ങൾക്ക് ഈ ഒരു ഇമേജിൽ കാണുന്ന തരത്തിലുള്ള ഫ്ലിപ്പ് ഫോണുകൾ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫോൺ എടുക്കണം എന്ന് ആഗ്രഹമുള്ളവർ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ഈ ഫ്ലിപ്പിന്റെ ലൈറ്റ് വെർഷൻ വരുമ്പോൾ ഫീച്ചർ വൈസ് എന്തൊക്കെ കുറവുണ്ടാവും നമുക്കറിയില്ല. ബട്ട് എങ്കിലും 50,000 60,000 റേഞ്ചിൽ ഒരു ലൈറ്റ് വെർഷൻ കൂടി വരുമെന്നാണ് പറയുന്നത്. സോ സാംസങ്ങിന്റെ ഭാഗത്തുനിന്ന് ഇത്രയും വില കുറഞ്ഞ ഒരു ഫ്ലിപ്പ് ഫോൺ വരുന്നു എന്ന് പറയുമ്പോൾ താമസിയാതെ മറ്റ് ബ്രാൻഡുകളുടെ ഭാഗത്തുനിന്ന് ഇതിലും കുറഞ്ഞ വിലയിൽ തീർച്ചയായിട്ടും ഫ്ലിപ്പ് ഫോൾഡബിൾ ഫോണുകൾ വരാനുള്ള സാധ്യതയുണ്ട്. സോ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. നല്ല ഇനിയുള്ള കാലം എന്ന് പറയുന്നത് ഈ ഫോൾഡബിൾ, ഫ്ലിപ്പ്, പിന്നെ മറ്റേ സ്ലൈഡിങ്, ആ ഒരു മെക്കാനിസം ഫോണുകളിലേക്കാണ്. സ്ലൈഡിംഗ് ആണ് കൂടുതൽ ചാൻസ് കാണുന്നത്. ബട്ട് എങ്കിലും ഇതെല്ലാം ഇനി അങ്ങോട്ട് വരാൻ പോവാണ്. നോർമൽ ബാർ ഫോണുകൾ നമ്മളുടെ ഇടയിൽ നിന്ന് വിട പറയേണ്ട സമയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തൊരു കാര്യം, സാംസങ്ങിന്റെ F22. സാംസങ് ഫോണുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ സംബന്ധിച്ച് M32 ഒരു ഡീസന്റ് ഫോണാണ്. ഒരു ചെറിയ സ്മൂത്ത് കുറവുണ്ടെങ്കിലും ബട്ട് ഓവറോൾ ഒരു ഡീസന്റ് സ്പെക്കുള്ള അടിപൊളി ക്യാമറ ഉള്ള ഫോണാണ്. നമ്മൾ പറഞ്ഞിരുന്നു, നമ്മുടെ ചാനലിൽ അതിന്റെ വീഡിയോ ഉണ്ട്, കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. M32 ഒരു കിടിലൻ ഓപ്ഷനാണ്. ഐകാർഡിലുണ്ട്, അല്ലെങ്കിൽ എൻ്റെ സ്ക്രീനിൽ വരും, വീഡിയോ കണ്ടു നോക്കുക. കിടിലൻ ഫോണാണ്. ഇപ്പൊ F22 വരുന്നു. F22 വരുന്നത് നല്ലൊരു പ്രൈസിങ്ങിലാണ്.
ഇൻട്രൊഡക്ടറി പ്രൈസ്, അതായത് തുടക്കത്തിലെ സെയിലിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 11,499. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. 11,500 രൂപയ്ക്കാണ് ഈ ഒരു ഫോണിന്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് സെയിലായിരിക്കും ഈ പ്രൈസ്, പിന്നീട് കൂടാൻ സാധ്യതയുണ്ട്. സോ ഈ ഫോണിന്റെ സ്പെക്കും കാര്യങ്ങളും കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ കൃത്യമായ ഡേറ്റിൽ തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. നല്ലൊരു ഫോണാണ്. എന്തായാലും 90 ഹെർട്സിന്റെ സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേയും 6000 mAh ബാറ്ററിയും 48 മെഗാ പിക്സൽ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു കിഡിലൻ സെറ്റപ്പ് തന്നെയാണ് ഈ ഒരു ഫോൺ എന്ന് പറയുന്നത്. ബട്ട് HD+ ഡിസ്പ്ലേ ആണ്, ഫുൾ HD+ ഡിസ്പ്ലേ ഇല്ല. അത് പ്രത്യേകം ഓർക്കുക. ഇതിന്റെ അൺബോക്സിംഗ് കാര്യങ്ങളും വരും ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ വരും. എങ്ങനെയുണ്ട് സംഗതി എന്നുള്ളത് ഞാൻ ആ അൺബോക്സിംഗ് വീഡിയോയിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം. എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതിന്റെ ഡേറ്റ് 13-ാം തീയതിയാണ്, ജൂലൈ 13-ാം തീയതി 12 മണിക്കാണ് ഇതിന്റെ സെയിൽ വെച്ചിരിക്കുന്നത്. ഫ്ലിപ്കാർട്ടിലാണ്. സോ മാർക്ക് ചെയ്ത് വെക്കുക. താല്പര്യമുള്ളവർ, സാംസങ് ഫോണിൽ ഇഷ്ടപ്പെടുന്നവർക്ക് കൂടുതൽ കൺഫ്യൂഷൻ ഒന്നുമില്ല. ഈ റേഞ്ചിൽ ഇത് തന്നെയാണ് ലേറ്റസ്റ്റ് ഫോൺ. സോ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും കയ്യിൽ കിട്ടിയിട്ട് ഞാൻ പറയാം എങ്ങനെയുണ്ടെന്നുള്ള കാര്യം. ഇനി അടുത്തൊരു കാര്യം, MI 11 Ultra. ഈ ഒരു ഫോൺ നമുക്ക് എല്ലാവർക്കും അറിയാം, കിഡിലൻ ഷവോമി ഫോണാണ്. ഇത് ലോഞ്ച് ചെയ്തപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ഒരു അടിപൊളി ഓപ്ഷൻ ആണെന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. ഷവോമിയുടെ ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ എടുക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ സംബന്ധിച്ച് ദ ബെസ്റ്റ് ഓപ്ഷൻ. അവർ തന്നെ പറയുന്നത് സൂപ്പർ ഫോൺ, അങ്ങനെ സൂപ്പർ ക്യാമറ ഫോൺ, അങ്ങനെ ഒക്കെ സൂപ്പർ ആണെന്നാണ് പറയുന്നത്. സംഗതി എന്തായാലും റിവ്യൂസ് കാണുമ്പോഴും നമുക്കറിയാം ഒരു ബെസ്റ്റ് ക്വാളിറ്റി ഐറ്റം ആയിട്ടാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ത്യയിൽ ഇതിന്റെ പ്രീ ബുക്കിംഗ് അല്ലെങ്കിൽ സെയിൽ ആരംഭിക്കാൻ പോകുന്നത് 7-ാം തീയതിയാണ്, ജൂലൈ 7-ാം തീയതി. സോ അത് ഇന്ന് തന്നെയാണ് ആരംഭിക്കുന്നത്. സോ നിങ്ങൾക്ക് പോയി പ്രീ ബുക്ക് ചെയ്യുക, വാങ്ങിക്കുകയൊക്കെ ചെയ്യാം. 69,999, 70,000 രൂപയാണ് ഈ ഒരു പ്രൈസ് ഇപ്പോൾ കാണുന്നത്. ചിലപ്പോൾ ദിവസങ്ങളിൽ കൂടാനുള്ള സാധ്യതയുണ്ട്. ബട്ട് ഈ ഒരു പ്രൈസിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഇൻട്രസ്റ്റിംഗ് ആയ ഡിവൈസ് ആണ്. ഇൻട്രസ്റ്റിംഗ് ആയ പ്രൈസ് ഇൻട്രസ്റ്റിംഗ് ആണെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. എന്തായാലും സംഗതി സെയിൽ സ്റ്റാർട്ട് ചെയ്യാണ്. MI 11 ഇപ്പോൾ സെയിൽ ആരംഭിക്കുമ്പോൾ, ഇന്ത്യയിൽ സെയിൽ ആരംഭിക്കുമ്പോൾ MI 12ന്റെ കാര്യങ്ങൾ കേട്ട് തുടങ്ങിയിട്ടുണ്ട്. സ്നാപ്ഡ്രാഗൺ 895 വെച്ചുകൊണ്ട് നവംബറിലായിരിക്കും ഈ ഒരു ഫോൺ വരുന്നതെന്നാണ് കേൾക്കുന്നത്. അവിടെ വരാൻ സാധ്യതയുള്ളൂ. കാരണം 895 ആ ഒരു റേഞ്ചിൽ തന്നെയാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവിടെ ആ ഒരു പ്രൊസസ്സർ വെച്ചുകൊണ്ട് MI 12 വരുമെന്നാണ് പറയുന്നത്. സോ അത് എന്തായാലും വരട്ടെ, അത് നവംബറിലത്തെ കാര്യമല്ലേ. ഇപ്പം ഇതിന്റെ സെയിൽ 7-ാം തീയതി ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് നോക്കാം. പിന്നെ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ, ട്വിറ്ററിലൊക്കെ നമ്മൾ കൃത്യമായിട്ട് ടൈംലി ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ട്വിറ്ററിലൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഈ വിഷയങ്ങളെല്ലാം നേരത്തെ അറിഞ്ഞു കാണും. എന്തായാലും ടെക് അപ്ഡേറ്റ് വരുമ്പോൾ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും എല്ലാം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് വരിക. ഓൺ ടൈമിന് അറിയണമെന്നുള്ള ആൾക്കാർ നമ്മുടെ ട്വിറ്റർ മറക്കാതെ ഫോളോ ചെയ്യുക. അവിടെ കൃത്യമായ ടൈമിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയാസ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാം അടക്കം എല്ലായിടത്തും നമ്മൾ പുതിയ അപ്ഡേറ്റുകൾ അവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. ഇനി അടുത്തൊരു കാര്യം, ഷവോമിയുടെ അല്ലെങ്കിൽ റെഡ്മിയുടെ ഒരു ഫണ്ണി പരിപാടിയാണ്. വേറൊന്നുമല്ല, ഓൾറെഡി നമുക്കറിയാം പോക്കോ M3 Pro 5G, ഒരു 5G ഫോൺ, പോക്കോ ഫോൺ, അതൊരു റെഡ്മി ഫോണിന്റെ റീബ്രാൻഡ് വെർഷൻ ആണെന്ന് നമുക്കറിയാം. ഇപ്പൊ ഇതിനെ പിടിച്ച് വീണ്ടും ഒന്ന് റീബ്രാൻഡ് ചെയ്തിട്ട് ഇന്ത്യയിൽ തന്നെ റെഡ്മിയുടെ ഒരു 5G ഫോൺ എന്ന രീതിയിൽ കൊണ്ടുവരാൻ പോവാണ്. ഓൾറെഡി റീബ്രാൻഡ് ചെയ്യുക, ഒരു ബ്രാൻഡ് പ്രോഡക്റ്റ് ഇറക്കിയാൽ അതിനെ റീബ്രാൻഡ് ചെയ്തിറക്കുന്നത് കണ്ടിട്ടുണ്ട്. റീബ്രാൻഡ് ചെയ്തതിന് വീണ്ടും റീബ്രാൻഡ് ചെയ്യുന്ന ഒരു സംഗതി നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഇനിമേൽ കാണാൻ റെഡ്മി ഇനിമേൽ കാണിക്കാൻ പോവാണെന്നാണ് പറയുന്നത്. സോ പോക്കോ M3 Pro 5Gയുടെ ഒരു റീബ്രാൻഡ് വെർഷനായിട്ട് റെഡ്മി നോട്ട് ഒരു കറക്ഷൻ വേറെ ഒന്നുമല്ല. ഈ പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ ആകെ മാറിപ്പോകും. കാരണം ഗ്ലോബലി ഒരു പേര്, ഇന്ത്യയിൽ ഒരു പേര്, അത് പോക്കോയിൽ ഒരു പേര്, റെഡ്മിയിൽ ഒരു പേര് എന്ന് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ ഇത്തിരി മാറിപ്പോകും. അതുകൊണ്ട് അത് വലിയ കാര്യമാക്കണ്ട. എന്തായാലും റെഡ്മി കൊണ്ടുവരാൻ പോകുന്ന പുതിയ ഫോൺ, റെഡ്മി ഗ്ലോബലിൽ ഇറങ്ങിയിരിക്കുന്ന ഫോണിന്റെ റീബ്രാൻഡായ പോക്കോ M3 Pro 5Gയുടെ റീബ്രാൻഡായ ഫോണാണ് റെഡ്മി നോട്ട് 10T എന്നാണ് കേട്ടിരിക്കുന്നത്. ബട്ട് ഇതിൽ ഇനി എന്തെങ്കിലും വേറെ പേര് വ്യത്യാസം ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. ഓൾറെഡി ഒരു പ്രോഡക്റ്റിന് ഇങ്ങനെയൊക്കെ റീബ്രാൻഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്, അല്ലെ, എങ്ങനെയൊക്കെ റീബ്രാൻഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് നോക്കാം. എന്താണ് ആകെ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ് പറയുന്നത്. നമുക്ക് കേൾക്കുന്ന നിങ്ങൾക്ക് വല്ല മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. എന്താണ് ഈ സംഗതി, നിങ്ങൾക്ക് വല്ല ക്ലാരിറ്റി ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. സോ അങ്ങനെ കേൾക്കും നിങ്ങൾ വിചാരിക്കും റെഡ്മി മാത്രമാണ് ഇങ്ങനെയെന്ന്. ഒന്നും വല്ല ഇഷ്ടം പോലെ ഇപ്പോൾ ഒരുപാട് പേര് പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ റിയൽമിയുടെ കാര്യം പിന്നെ പറയണ്ട. നമ്മുടെ ചില സുഹൃത്തുക്കളെ കമന്റ് ചെയ്യുന്നത് കാണാം, കൊതുക് പെറ്റ് പെരുകുന്ന പോലെയാണ് റിയൽമിയുടെ ഫോണുകൾ പെറ്റ് പെരുകുന്നത്. സോ അത് സത്യമാണ്. റിയൽമി ഗംഭീരമായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കാര്യം. ഷവോമി പിന്നെ ഒരുപാട് ഇറക്കുന്നില്ല. ഇറക്കുന്നതിന് 10-20 പേരിൽ പലയിടത്തായിട്ട് ഇങ്ങനെ വിന്യസിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കൊള്ളാം, ഇവർ ഇറക്കട്ടെ. എന്തായാലും ക്ലാരിഫിക്കേഷന് മറക്കാതെ അണ്ടർ 15,000 ബെസ്റ്റ് ഫോൺ ഏതാണെന്നുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് കണ്ടു നോക്കുക. അണ്ടർ 20,000, അണ്ടർ 30,000, ഇങ്ങനെ കൃത്യമായിട്ട് ഓരോ സെഗ്മെന്റിലും ഏതൊക്കെ ഫോണുകളാണ് ബെസ്റ്റ് ആയിട്ട് വരിക എന്നുള്ള വീഡിയോ നമ്മൾ ചെയ്യാറുണ്ട്. അത് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ക്ലിയർ പിക്ചർ കിട്ടും ഈ ക്രൗഡിൻ്റെ ഇടയിൽ നിന്ന്. സോ തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് അണ്ടർ 15,000 വീഡിയോ ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക. അതേപോലെ 20,000 വീഡിയോ അടുത്ത ദിവസങ്ങളിൽ വരുന്നുണ്ട്, മറക്കാതെ കാണുക. ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി തീർച്ചയായിട്ടും സഹായിക്കും. ഇനി അടുത്തൊരു കാര്യം, BGMI ബന്ധപ്പെട്ടുള്ള ഒരു റിമൈൻഡർ ആണ്. റിമൈൻഡർ വേറൊന്നുമല്ല, ഡാറ്റ ട്രാൻസ്ഫർ 9-ാം തീയതി വരെയുള്ളൂ. 6-ാം തീയതി വരെ ഉണ്ടായിരുന്നുള്ളൂ. അത് മാറ്റി കുറച്ച് നീട്ടിയിട്ടുണ്ടായിരുന്നു 9-ാം തീയതി വരെ. സോ ഈ 9-ാം തീയതി വരെ ടൈം ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡാറ്റകൾ, ഗ്ലോബൽ ഡാറ്റകൾ ട്രാൻസ്ഫർ ചെയ്യാത്ത അക്കൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഉടനെ ട്രാൻസ്ഫർ ചെയ്യുക. പിന്നെ ടെമ്പററി ആയിട്ട് ഇതൊരു ഡൗൺ ചെയ്യും. പിന്നീട് നമുക്ക് എപ്പോഴാണ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് അവരൊരു നോട്ടീസിലൂടെ അറിയിക്കുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, എപ്പോഴാണെന്ന് പറയുന്നില്ല.
ഡിസംബർ വരെ സമയമുണ്ടെന്ന് അവർ ആദ്യം പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ ഡൗൺ ചെയ്യാണ്. അപ്പോൾ എപ്പോൾ വീണ്ടും ആക്ടിവേറ്റ് ആവുമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഓൾറെഡി ഒരുപാട് സുഹൃത്തുക്കൾ മാറിക്കഴിഞ്ഞു. വളരെ കുറച്ച് പേര്, എനിക്ക് തോന്നുന്നു iOS-ൽ കളിക്കുന്ന കുറച്ച് പേര് മാത്രമാണ് PUBG ഗ്ലോബലിൽ നിൽക്കുന്നത്. ബാക്കി എല്ലാവരും BGMയിലേക്ക് മാറിക്കഴിഞ്ഞു എന്നാണ് എൻ്റെ അറിവ്. എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും തന്നെ മാറിക്കഴിഞ്ഞു ഏറെക്കുറെ. സോ അതുകൊണ്ട് തന്നെ മാറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, അത്യാവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറ്റാൻ ശ്രമിക്കുക. 9-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്, ടെമ്പററി ഡൗണിന് വേണ്ടുന്ന ലാസ്റ്റ് ഡേറ്റ്. സോ ഇനി ഫൈനൽ ന്യൂസ് എന്ന് പറയുന്നത് ഫോൾഡബിൾ ഫോൺ സാംസങ് കൊണ്ടുവരുന്നു. അതിനൊക്കെ നല്ല വിലയുണ്ടെന്ന് നമുക്കറിയാം. ഷവോമി അത് കൊണ്ടുവരികയായിരുന്നെങ്കിൽ നന്നായിരിക്കും, നമ്മൾ കേട്ടിരുന്നു. ഈ കാണുന്ന റെൻഡേഴ്സ് ഷവോമിയുടെ ഫോൾഡബിൾ ഫോണിന്റെ ഒരു റെൻഡേഴ്സ് ആണ്. പേനയും കാര്യങ്ങൾക്ക് ഉൾപ്പെടുന്ന തരത്തിലാണ് ഇവർ ഫോൾഡബിൾ ഫോൺ കൊണ്ടുവരാൻ പോകുന്നത്. ഈ ഡയഗ്രാംസ് വെച്ചുകൊണ്ട് ലെറ്റ്സ് ഗോ ഡിജിറ്റൽ ടീം അതിന്റെ ഒരു രൂപകൽപ്പന ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതും ഇവിടെ കാണാം. ഒരുമാതിരി കളിപ്പാട്ടം പോലെയുണ്ട്. ഇങ്ങനെ എന്തായാലും വരില്ല എന്ന് നമുക്ക് വിചാരിക്കാം. കുറച്ചും കൂടി ക്വാളിറ്റിയിൽ വരുമെന്ന് തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യാം. കാരണം ഇങ്ങനെ വന്നാൽ ആരും വാങ്ങിക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു ടോയ് പോലെയില്ലേ. സോ എന്തായാലും നോക്കാം. ഷവോമിയുടെ ഫോൾഡബിൾ ഫോൺ ഒരിക്കലും മോശമാവാൻ വഴിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് അതിന് വേണ്ടി കാത്തിരിക്കാം. സോ അത്രയുമാണ് ഇന്നത്തെ ഒരു ചെറിയ ടെക് അപ്ഡേറ്റ്. കൂടുതൽ ടെക്നോളജി വാർത്തകളും മറ്റുമൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. സോ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.